ഹലോ ഫ്രണ്ട്സ്, ഞാൻ രണ്ട് മൂന്നല്ല കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട്. പനി പിടിച്ച് കിടപ്പിലായിപ്പോയി, ഇപ്പോഴും കുറവില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന വാച്ച് അവറെല്ലാം കുറഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുവാണ്. വീഡിയോസ് ഇട്ടാലും കുറയുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോസ് ഇടാതെ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കുറവ് വരുന്നുണ്ട്. ഒന്നിനുമല്ല, എന്നാലും അങ്ങനെ കുറയുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പം ഒന്ന് രണ്ട് ട്യൂബേഴ്സും കുറച്ച് ആമ്പലും ഉണ്ട്. അപ്പം നമ്മുടെ ഗാർഡൻ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഞാൻ പിന്നെ പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് താഴെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഗാർഡൻ വിശേഷം കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്നലെ വിരിഞ്ഞ പിങ്ക് ലെഗസിയാണ്. മഴയായത് കാരണം വെള്ളത്തിലേക്ക് തന്നെ വീണ് കിടപ്പുണ്ട്. ഇനിയൊരു ബഡ് കൂടെ നിൽപ്പുണ്ട്. പിങ്ക് ലെഗസി പുതിയ വെറൈറ്റിയാണ്. പിന്നെ നമ്മുടെ ഇത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയിലും 2 ബഡ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇംഗ്ലീഷ് റോസ് ആണോ അതോ ഏതാണെന്ന് എനിക്കറിയില്ല. നല്ല റെഡ് കളറാണ്. അതിൽ നിറയെ ബഡൊക്കെ നിൽപ്പുണ്ട്. അത് സെയിലിനായിട്ട് കൊടുക്കുന്നില്ല. നല്ല കളറായത് കാരണം ഞാനത് സെയിൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് എമറാൾഡാണ്. നല്ല സൂപ്പർ ഫ്ലവറാണ് കേട്ടോ. അതായത് ഇപ്പം മഴ ആയതുകൊണ്ട് ഇനി കൊഴിഞ്ഞു പോകുന്നോന്നറിയില്ല. ഇനി ബഡൊന്നും വന്നിട്ടില്ല. 2 ബഡ് വന്നു, അതങ്ങ് വിരിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും വെള്ളമൊക്കെ നല്ല നിറഞ്ഞ് നിൽപ്പുണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വരുന്നില്ല. ഇത് ഒരു വെറൈറ്റിയാണ്, സിയാഓസി എന്നുള്ള ഒരു വെറൈറ്റിയാണ്. അതിൽ 2 ബഡ് വന്ന് ഒരു ഫ്ലവർ വന്നിട്ട് പോയി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വയ്യ കേട്ടോ, കുറേ ദിവസം കൊണ്ട് നല്ല കഫത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ EOS ആണ്. EOS അടുത്ത ബഡ് വന്ന് നിൽപ്പുണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇസ്ലാം മൊറാഡ ഉണ്ട്. ഇതൊന്ന് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആമ്പലും കൂടെ കാണിച്ച് പോവാം. സെയിലിനായിട്ട് ഇപ്പോൾ ട്യൂബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഇത് ഇസ്ലാം മൊറാഡയുടെ ഒരു പ്ലാന്റിന് 50 രൂപയാണ്. ഇത് കണ്ടോ, നമ്മുടെ മിനി എമറാൾഡാണ്. ഇന്നിപ്പോൾ തനിയെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ ഒരു 3 ബഡും കൂടെയൊക്കെ നിൽപ്പുണ്ട്. ഫ്ലോട്ടിംഗ് ലീഫ് മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ കാണിച്ച് അങ്ങ് പോകാം. പിന്നെ ഇത് റെഡ് ആലി എന്നുള്ള വെറൈറ്റിയാണ്. ഇതാ ഒരു കൊച്ച് ഇതാ കണ്ട ബഡ് നിൽപ്പുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ബഡ്, 2 എണ്ണം ഉണ്ടായിരുന്നു. ഇതാ ഒന്ന് നിൽപ്പുണ്ട്, 2 ബഡ് നിൽപ്പുണ്ട്. ഇതും സെയിലിനായിട്ടാണ്. ഇത് 150 രൂപയാണ്. റെഡ് ആലി നല്ല ഫ്ലവറാണ്. അതിൻ്റെ ഫ്ലവർ പിക്കൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ക്രിസ്റ്റൽ വൈറ്റാണ്. ഒരിക്കലും എനിക്ക് ട്യൂബേഴ്സ് ഒന്നും കിട്ടാത്ത ഒരു വെറൈറ്റിയാണ്. വച്ചിട്ട് തന്നെ ഏകദേശം 1 വർഷത്തോളം ആകുന്നെന്ന് തോന്നുന്നു ഇത് വച്ചിട്ട്. അപ്പോൾ ഇത് ഒന്ന് വിരിയിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മഴയല്ലേ, ഇപ്പം നിന്നിട്ടും കാര്യമില്ല. ഇന്ന് അമ്പലത്തിലൊന്നും പോകാത്തതുകൊണ്ട് ക്ഷേത്രത്തിലൊന്നും കൊടുക്കാനും കഴിഞ്ഞില്ല. പനിയായത് കാരണം എങ്ങും പോയില്ല. ഇതങ്ങനെ ഇത് ഹോള് വന്നില്ല. വന്നതും നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. 3 കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോയും എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ 2 ബഡേ പിന്നെ ഉള്ളൂ. നമുക്കൊന്ന് ഇത് കുത്തി വിരിയിച്ച് കൊടുക്കുകയാണ് കേട്ടോ, ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാനായിട്ട്. ക്രിസ്റ്റൽ വൈറ്റിൻ്റെ ഒരു പിക്കെടുത്ത് വയ്ക്കാൻ വേണ്ടി കുത്തി തുറന്നതാണ് കേട്ടോ ഇത്. കണ്ട 3 പേരും കൂടെ ഒരുമിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഒരു 2 ബഡും കൂടി നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ ഫ്ലവർ ഉദ്ദേശിച്ചാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി വെച്ചാൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഇഷ്ടംപോലെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോൾ എത്ര നാളായത് പൂക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ അത് അവിടെ ഉള്ളത് സെറായുടെ വെറൈറ്റിയാണ്. അതിൽ 1 ബഡ് കരിഞ്ഞു പോയി, 2 എണ്ണം നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാത്തിലും ബഡൊക്കെ ഉണ്ട്. അകത്തോട്ട് ഇപ്പോഴും നമുക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഓട്ടമൻ പ്രിൻസ് എന്നുള്ള വെറൈറ്റിയിൽ അടുത്ത ഒരു ബഡും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് മിസ് കേരളയാണ്. അതിൽ 2-3 ബഡ് വന്ന് 2-3 ബഡ് അങ്ങ് കരിഞ്ഞു പോയി കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലിയിലും ആ കവറിലൊക്കെ വെള്ളമായി. ഞാൻ ഹോളിടാതെയാണ് കൊണ്ടുവച്ചത്. അതിനുശേഷം സുഖമില്ലാതെ ആയത് കാരണം പിന്നെ ഒന്നും ചെയ്യാനും പറ്റിയില്ല. എല്ലാത്തിലും വെള്ളം നിൽപ്പുണ്ട്. ഇതെന്താ മൈക്രാന്ത ബ്ലൂ ആണ്. ഇതിനും 50 രൂപയാണ്.
മൈക്രാന്ത ബ്ലൂ ചെറുതിന് 50, മറ്റേതിന് 75 പിന്നെ ഇത് ഏതാ ക്യാമില ലവ് എന്നുള്ള വെറൈറ്റിയാണ്. അതും നല്ല സൂപ്പർ ഫ്ലവറാണ്. അതാ 2 ബഡിന് നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ പേരെപ്പോഴും മറന്നു പോകും കേട്ടോ. ഈ ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ഇതുമുണ്ട്. ഇതിന് 100 രൂപയാണ്. ഇത് യെല്ലോ ഫ്ലവർ പിങ്കിൻ്റെ അടുത്തൊരു ബഡ്. ഇത് നൈറ്റ് ബ്ലൂമർ വൈറ്റാണ്. രാവിലെ വന്നിരുന്നെങ്കിൽ പിക്ക് എടുക്കാമായിരുന്നു. ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ അല്ലാതെ ആഡ് ചെയ്ത് വയ്ക്കാം. ഇതിന് 100 രൂപയാണ്. പിന്നെ അടുത്തതായിട്ട് എല്ലാത്തിലും വെള്ളം കെട്ടി നിൽപ്പുണ്ട് കേട്ടോ. ചീത്തയായി പോകുന്നോ എന്തോ, സുഖമില്ലാത്തതുകൊണ്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇത് ഇവാനിയ എന്നുള്ള വെറൈറ്റിയാണ്. ഇതിനി വിരിയോന്ന് എനിക്കറിയില്ല. ഒരുപാട് ബഡുകൾ ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതും വിരിയാനായിട്ട് ചാൻസ് ഇല്ല. പിന്നെ ഒരു ബഡും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് പിയോണിയിൽ ഒരു ബഡ് വിരിയാറായി നിൽപ്പുണ്ട്. ഒരു ബഡ് നിൽപ്പുണ്ട്. മഴയായത് കാരണം തന്നെയാണ് അതും ഇങ്ങനെ ചരിഞ്ഞു പോയി. പിന്നെ ഇത് ബട്ടർ മിൽക്കിൽ ഒരു ബഡ് വന്നിട്ടുണ്ട്. ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ താഴെ ഞാൻ കാണിക്കുന്നില്ല. താഴെ ഉള്ളത് അഹല്യ എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് കിടക്കുന്നത്. ഒരേ ഒരു ട്യൂബറല്ല, ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കിടപ്പുണ്ട്. ഒരു 4-5 ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ട്യൂബേഴ്സും കൂടുതലായിട്ട് എടുക്കാത്തത്. ഇത് നമ്മുടെ പിങ്ക് മിസ്റ്റാണ്. ഒത്തിരി ഫ്ലവർ തന്ന്. പക്ഷേ ഇനി ഡോർമൻസി ആകുന്നറിയില്ല. പിന്നെ ഇത് മീസോക്ക് ഒരു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം വന്നതാണ്. ഒരുപാട് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗാർഡനിലെ വിശേഷങ്ങൾ. അകത്തോട്ടൊന്നും കയറിയൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മഴ ചെറുതായിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ വാച്ചവറെല്ലാം കുറഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കുവാണ്. വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് ദിവസം കൊണ്ട് അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ സുഖമില്ലാതായി. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് T63 എന്നുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇനിയും 3 ബഡ് നിൽപ്പുണ്ട്. അതായത് ചെടിച്ചട്ടിയാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് പിങ്ക് മാരിഗോൾഡാണ്, അല്ല മോഹിനിയുടെ ഒരു 2 ബഡ് വന്ന് നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ വീണ്ടും പോകുന്നുണ്ട്. അകത്തോട്ടൊക്കെ ഇരിക്കുന്നതിലൊക്കെ കുറേയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അതിലൊക്കെ ഇനി പുതിയ ട്യൂബേഴ്സ് വെച്ച് കൊടുക്കണം. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.